ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മളെ വ്ളോഗ്സൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ്, അവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ യാത്ര പോവാണ്. ഇത് കഴിഞ്ഞ മാസമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചെറിയ യാത്ര എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് പഴനിക്കാണ് കേട്ടോ. അപ്പം ഞാനും അനിയത്തിയും പിന്നെ ഞങ്ങളുടെ പിള്ളേരും പിന്നെ ഏട്ടനും പിന്നെ ഏട്ടൻ്റെ അമ്മയും പിന്നെ ഞങ്ങളുടെ അച്ഛനുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കൊയിലാണ്ടിയിൽ നിന്നായിരുന്നു ട്രെയിന്. ഇത് മംഗലാപുരത്തു നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ. ഈ ട്രെയിൻ ഡയറക്റ്റ് മധുരയ്ക്കുള്ള ട്രെയിനാണ്. പക്ഷേ ഇത് ആദ്യം കോയമ്പത്തൂർ ചെന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഇതിൻ്റെ നമ്പറും പേരൊക്കെ മാറും തോന്നും കേട്ടോ. അങ്ങനെ എന്തോ ആണ്. പിന്നെ നമ്മൾ രാവിലെ കഴിക്കാനുള്ളതും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയതാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ഒരു ഭാഗമില്ലേ, ആ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിലധികം പാലക്കാടിൻ്റെ ഏരിയകളാണല്ലോ ഉണ്ടാകുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ ബുക്കും കളറും കുറേ ഫുഡും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയിട്ട് അവരെ മാനേജ് ചെയ്തത്. പിന്നെ നിങ്ങൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ച. ഞങ്ങൾ പോകുന്ന ആ സമയത്ത് മഴ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു പാലക്കാട് ആ ഒരു ഏരിയ. ഇത് നമ്മൾ ഓൾമോസ്റ്റ് കേരളം വിടാനായി തമിഴ്നാടൊക്കെ എത്താനായ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് പഴനി ചെന്നിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് അവിടെ വരെ എത്തുന്ന വരെയുള്ള നമ്മളെ ട്രെയിൻ ജേണിയും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മെയിനായിട്ട് പഴനി പോകുന്നത് മുടി കളയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും മോനുമാണ് മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് ട്രെയിൻ 1-2 സ്ഥലത്ത് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മാങ്ങയും കൈതച്ചക്കൊക്കെ വിൽക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തുനിന്ന് നമ്മളത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെയാണ് കേട്ടോ പഴനി എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൊയിലാണ്ടിയിൽ നിന്ന് ഡയറക്റ്റാണ് പഴനിക്ക് ടിക്കറ്റ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ പഴനിക്ക്. ഈ ഒരു ട്രെയിൻ മധുരയ്ക്കും പോകുന്നുണ്ട്. അപ്പം കേരളത്തിൽ നിന്ന് ഈ കൊയിലാണ്ടി ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ഒരു സുഖമായിരിക്കും കേട്ടോ ഈ ഒരു ട്രെയിന്. പിന്നെ പോകുന്ന വഴിക്ക് കുറേ വിൻമിൽസൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളെ യാത്രാവിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബായ്.